എഫിന്റെ മലയോര പ്രചാരണ ജാഥയിൽ PV അൻവർ പങ്കെടുക്കും. യാത്രയിൽ പങ്കെടുപ്പിക്കണമെന്ന അൻവറിന്റെ ആവശ്യം UDF നേതൃത്വം ഒടുവിൽ അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് ജാഥയിൽ സഹകരിപ്പിക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഉമേഷ്, ഒടുവിൽ PV അൻവറിന് ഒരു ഇടം കിട്ടുന്നു UDFന്റെ വേദിയിൽ, അല്ലേ? ഇത് മുന്നണി പ്രവേശനത്തിനുള്ള ആദ്യ ചുവടുവയ്പായി ഉറപ്പായും കണക്കാക്കാമെന്ന് കരുതാം, അല്ലേ? തീർച്ചയായും ആദ്യ ചുവടുവെപ്പ്, അതായത് അൻവറിന്റെ ഒരു ലക്ഷ്യം, ഇപ്പോഴത്തെ പരമാവധി ലക്ഷ്യം UDFന്റെ ഘടകകക്ഷിയായി മാറുക എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യ ചുവടുവെപ്പായി നാളത്തെ പ്രചാരണ ജാഥയിലേക്ക് പങ്കെടുക്കാനുള്ള അവസരത്തെ കണക്കാക്കാം. നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കണ്ട് ജാഥയുടെ ഭാഗമാക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ UDFന്റെ മുഴുവൻ ഘടകകക്ഷികളുമായി സംസാരിക്കാതെ തനിക്ക് ഇതിൽ തീരുമാനമെടുക്കാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് നേരിട്ട് UDFന്റെ ഘടകകക്ഷി നേതാക്കളോടെല്ലാം ആശയവിനിമയം നടത്തി. അവരുടെ എല്ലാം നൽകിയ മറുപടി ഇത്തരത്തിൽ ഒരു വലിയ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുള്ള യാത്രയാണ്. ഈ യാത്രയിൽ സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും സഹകരിപ്പിക്കാമെന്നുള്ള നിർദ്ദേശമാണ് UDF നേതാക്കളെല്ലാം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നാളെ നടക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ, അതായത് നിലമ്പൂർ എടക്കരയിലും കരുവാരക്കുണ്ടും, ഈ രണ്ട് സ്ഥലങ്ങളിലെയും ജാഥകളിൽ PV അൻവർ പങ്കെടുക്കും. ഈ രണ്ട് സ്ഥലങ്ങളിലും പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവ് അനുവാദം നൽകി. വിജയകുമാർ. യെസ്, PV അൻവറിന്റെ തട്ടകമായ നിലമ്പൂരിൽ ജാഥ എത്തുമ്പോൾ അവിടെ അൻവറും ആ ജാഥയുടെ ഭാഗമാകും. അതിനാണ് അപ്പോൾ UDF നേതൃത്വം അതിൽ ഒടുവിൽ അംഗീകരിച്ചിരിക്കുന്നു. അൻവറിനെ വേദിയിൽ UDF വേദിയിൽ അൻവറിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നിപ്പോൾ UDF നേതാക്കൾ വ്യക്തമാക്കുകയാണ്. മുന്നണി പ്രവേശനത്തിനുള്ള ആദ്യ ചവിട്ടുപടിയായി, ചുവടുവയ്പായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.